അന്ന് അവരിരുന്നപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും മേടിച്ചതിന് ശേഷം അവരിയ്ക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ഗോയിങ് ഫോർവേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ വിറ്റാരയും പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു. അതിന്റെ ഇതേ അവസ്ഥ തന്നെ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം തികഞ്ഞ് നമുക്കൊരു വണ്ടി കിട്ടൂല. എല്ലാത്തിലും ഓരോ കുറവുകളും നല്ലതും ഉണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ അങ്ങനെ ടെക്നോളജിയിലേക്ക് മാറിയോണ്ട് നല്ലതായും മോശമായും ഒന്നും തോന്നിയില്ല. എനിക്കിത് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്തപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. 1000-നാണോ സർവീസ് പറഞ്ഞത്? 1000-ലാണ് ചെക്കപ്സ് ഒക്കെ. അതെ അതെ. അപ്പോൾ ചെക്കപ്സിന് പോകുമ്പോൾ പറയാൻ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. B6-ൻ്റെ പാർട്ട് 2-ലേക്ക് സ്വാഗതം. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും ഈ പാർട്ട് 2 കാണുന്നതെന്ന് വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ B6-ൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ പൊതുവെയുള്ള എല്ലാ EV യൂസേഴ്സും EV വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ഇനി B6-ലോട്ട് പ്യുവറായിട്ട് വരുമ്പം നമുക്ക് ഇതിൻ്റെ റേഞ്ചിനെ പറ്റി തന്നെ ആദ്യം ചോദിക്കാം. എത്ര കിലോമീറ്റർ റേഞ്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്? 650+. ഇവർ പറയുന്നത് 682 എന്തോ ആണ് പറയുന്നത് റേഞ്ച്. നമ്മളൊരിക്കലും അത് ARAI റേഞ്ചാണ് പറയുന്നത്. നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഇനീഷ്യലി ഇലക്ട്രിക്കാരൻ്റെ എല്ലാവരും കൺസേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ച് എക്സ്പെക്ടേഷൻ വെച്ച് പോകുന്നതാണ്. കമ്പനി പറയുന്നത് 500+ ആണ്. ഇപ്പോൾ ഞാൻ 100 to 0 ആക്കിയിട്ടില്ല. ബട്ട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു 1% നമുക്ക് ഓൾമോസ്റ്റ് എബവ് 5 കിലോമീറ്റേഴ്സ് പോകുന്നുണ്ട് 1%. അതായത് 500+ എന്തായാലും കിട്ടും. അത് ഞാനൊരു നോർമൽ കണ്ടീഷനിൽ ഓടിച്ചിട്ടാണ്, ഒരു 60-65 ഒരു സ്പീഡിൽ ഓടിച്ചിട്ടാണ്. ഇനീഷ്യലി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പീഡിൽ പോയില്ല. 60-65 500+ എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം ചാർജിങ് സ്പീഡിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഹോം ചാർജിങ്ങിന് എത്ര കിട്ടുന്നുണ്ട്? 11 കിലോവാട്ട്. ഇത് കിട്ടിയിട്ടില്ല. 11 കിലോവാട്ട് വെച്ചാലാണ് നമുക്ക് കറക്റ്റ്. എങ്ങനെയായാലും 11 കിലോവാട്ട് വെച്ചാൽ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് മിനിമം ഒരു 9 hours to 10 hours 0 to 100 ആക്കാൻ എടുക്കും. കാരണം അതിൻ്റെ ഓരോ പെർസെൻറ്റേജിലും ചാർജിങ് സ്പീഡൊക്കെ വ്യത്യാസമുണ്ട്. 80 above കുറച്ച് സ്ലോ ആയിട്ട് ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ 0 to 100 നോക്കി ഒരു 10 hours എന്തായാലും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 11 കിലോവാട്ട് വെച്ചാലും. പിന്നെ എപ്പോഴും 0 ആകാറില്ല, 20 പോകാറില്ല. അപ്പോൾ 20 മുകളിലാണ് ചാർജിങ് സ്പീഡ് കൂടുതലാണ്. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 100 ആക്കാതിരുന്നാൽ പെട്ടെന്ന് തീരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പുറത്ത് ഫാസ്റ്റ് ചാർജിങ് ഏതാ യൂസ് ചെയ്ത്? എത്ര ഫാസ്റ്റ് ചാർജിങ് ഞാൻ ഇപ്പോൾ ചാർജ് മോഡിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി GoECD ഒന്നും യൂസ് ചെയ്തില്ല. ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ട വന്നുകൊണ്ടല്ല. എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ 11 കിലോവാട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് ബാക്കി വീട്ടിൽ ചെയ്യാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. ആ 3.3 കുത്തുന്നത്. അപ്പോൾ അത് ചാർജ് മോഡായിരുന്നു ചെയ്തത്. ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് 30 കിലോവാട്ടിൽ കുത്തി. അപ്പോൾ 30 കിലോവാട്ടിൽ കുത്തിയാൽ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് 2.5 hours എടുക്കും. ഫുൾ 30 കിലോ. അത് 60 കിലോവാട്ടാണ്, ചിലപ്പോൾ 1.5 hourലേക്ക് മാറും. എബോവ് 60 ആണെങ്കിൽ ബിലോ 1 hour. അത് ബേസ്ഡ് ഓൺ ചാർജിങ് സ്റ്റേഷൻ. ഇവർ പറഞ്ഞിരിക്കുന്നത് 20 to 80 വരെ 20 minutes മാത്രം 125 കിലോവാട്ട് ചാർജറിലാണ് പറയുന്നത്. ചാർജറൂടെ വേണം. ആ ഒരു ചാർജർ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രം. പക്ഷേ അത് വരും. അതൊരു മാക്സിമം ഒരു 2 yearsനുള്ളിൽ ഈ ഇപ്പം ഇരിക്കുന്ന 30 എല്ലാം 60ലേക്കും 60 എല്ലാം 120ലേക്കും മാറും. മാറിയേ പറ്റൂ. അതാണ് സിറ്റുവേഷൻ. അതെ. സോ അതൊക്കെ കണ്ടാണ് വണ്ടി മഹീന്ദ്ര ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയായാലും ആ ഒരു കാര്യം കൊള്ളാം. ഓക്കെ. റേഞ്ച് ഇനി 59 കിലോവാട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 400+ കിട്ടും. നമുക്ക് 400+ പ്രതീക്ഷിക്കാം. 59. ഓക്കെ. ഇനിയും ഇതിൻ്റെ ഒരു ഡ്രൈവ് ക്വാളിറ്റി, ലോങ് പോയി ഏകദേശം ഒരു പത്തനംതിട്ട വരെ കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്തു. അപ്പം അതിനൊക്കെ ഉള്ള ഒരു ലോങ് ഡ്രൈവിന് കിട്ടിയ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? കാരണം ഡ്രൈവ് ചെയ്യാൻ അസാധ്യ വണ്ടി എന്നാണ് എല്ലാവരുടെ എക്സ്പീരിയൻസ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും എനിക്കും അതുപോലൊക്കെ തന്നെയാണ് തോന്നിയത്. ബ്രോയുടെ ഇത്രയും നാളെ ഒരു 1000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? ഡ്രൈവബിലിറ്റി വളരെ നല്ലതാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. എനിക്ക് ഫസ്റ്റ് തോന്നിയ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നോയ്സ് ഇൻസുലേഷനാണ്. അതിഭീകരമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ കമ്പയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ യൂസ് ചെയ്ത വണ്ടികളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു BMO അല്ലെങ്കിൽ മേർക്കായിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല. സ്കോഡ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. സ്കോഡയും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കമ്പയർ ചെയ്യാം. പക്ഷേ മറ്റുള്ളത് നമ്മളത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് കാര്യങ്ങൾ ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. നോയ്സ് ഇൻസുലേഷൻ അതിഭീകരമാണ്. കാരണം നമുക്ക് പുറത്തുള്ള സൗണ്ടും എല്ലാം ഭയങ്കര സൈലൻ്റ് ആണുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ടേണിംഗ് റേഡിയസ് ആണ്. ഹാരിയറിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ടേണിംഗ് റേഡിയസ് ഇച്ചിരി കൂടുതലാണ്, വളച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷെ ഇത് നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് മാനുവറബിലിറ്റി ഭയങ്കര സുഖമാണ്. അതായത് നമുക്കൊരു ഇതിക്കടെ എങ്ങനെ വേണമെങ്കിലും എടുത്തോണ്ടോ, ഒരു ചെറിയ കാർ എടുത്തോണ്ട് പോകണമല്ലോ. ഇപ്പോൾ ഇനീഷ്യലിൽ ഈ കാർ ആയതുകൊണ്ട് എനിക്ക് അതിനോട്ടൊന്ന് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് ടൈം എടുക്കും. അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഏതീക്കടെ എടുത്തോണ്ട് പോകാൻ നമുക്ക് ഭയങ്കര സുഖമാണ്. ഹാരിയറിനെക്കാട്ടി ചെറിയ വണ്ടിയായിട്ട് അകത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യും ഓടിക്കുമ്പോൾ.
എളുപ്പമായിട്ട് മാനുവർ അല്ല, ഓടിക്കുന്നതിൽ നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ സൈസ് സ്പേസ് നോക്കി കഴിഞ്ഞാൽ ഹാരിയറിനേക്കാളും കുറവായിട്ട് തോന്നുകയും ചെയ്യും. അത് ചെയ്യും, കാരണം ഹാരിയർ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. അകം കുറച്ചുകൂടെ ഇതിനകത്ത് പുറമെ ഈ വിഡ്ത്ത് ഹാരിയറിന്റെ ഇതിന് സെയിം ആണ്, ബട്ട് ഉള്ളിലുള്ള സ്പേസ് ഹാരിയറിന് കുറച്ചുകൂടെ കൂടുതലുണ്ടായി ഫീൽ ചെയ്യിക്കും. അവർ കൂടുതൽ ഫീൽ ചെയ്യിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത് മൊത്തം. അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഞാൻ ഇപ്പോൾ ഏറ്റവും വലിയ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈക്രോസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻവിക്റ്റോ ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം തോന്നിയേക്കുന്നത് അത്രയും സൈസുള്ള വണ്ടി ആയാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാരിയറിൽ എനിക്കത് പറ്റണ്ടായില്ല. ഞാൻ ഹാരിയറിൽ ഇപ്പോൾ ഒരു ചെറിയ വഴി പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ്, ഇതിനി എങ്ങനെ അവിടെ ഒടിച്ച് വളച്ചെടുക്കും എന്നുള്ളത്. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് ആ ഒരു കൺസേൺ ഫീൽ ചെയ്യുന്നില്ല. 360 ഡിഗ്രി ഉള്ളത്, ക്യാമറ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ തോന്നിയത്? അല്ലാതെ അതൊന്നും ഞാൻ മറ്റേ 360 ഉണ്ടായില്ല. ഞാൻ അന്ന് ആ ടൈമിൽ 360 ഉണ്ടായില്ല, പിന്നെ അതൊക്കെ വന്നേ. അതൊന്നും ഞാൻ അത്ര സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആ ഓടിക്കുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് വളഞ്ഞു പോകുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റേ നമ്മൾ വളഞ്ഞു പോകില്ല, നമ്മൾ ഒന്ന് റിവേഴ്സ് എടുത്ത് വീണ്ടും ഒന്ന് എടുക്കണം, ഇത് വളഞ്ഞു പൊക്കോളും. അതൊക്കെ വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു പറഞ്ഞു. പിന്നെ പിക്കപ്പും നല്ല എന്താ പറയുക, നല്ല ആക്സലറേഷനാണ്. നല്ല ആക്സലറേഷൻ ഞാൻ വല്ലാണ്ട് അങ്ങനെ ഇത് ചെയ്തില്ല. നമ്മൾ ചില ഓവർടേക്കിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. ആക്സിലേറ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നില്ല, ഇല്ല, ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൺട്രോൾ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ത്രോട്ടിൽ മീൻസ് നമ്മൾ സീറോയിൽ നിന്ന് നല്ല ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു തോന്നിയിട്ടില്ല. അങ്ങനെ ഓടിച്ചിട്ടില്ല, ഡിഫോൾട്ട് മോഡിലാണ് ഓടിച്ചിട്ടുള്ളൂ. ഡിഫോൾട്ട് മോഡിൽ ഞാൻ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ എനിക്കൊരു ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു പ്രശ്നം, ഒരു കോൺഫിഡൻസോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സ്പോർട്സ് മോഡിലോ അല്ലെങ്കിൽ ബൂസ്റ്റ് മോഡിലോ ഞാൻ ഓടിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഓടിക്കാത്തതിൻ്റെ രണ്ട് റീസൺ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ഫസ്റ്റ് സർവീസ് ഒക്കെ ഇപ്പോൾ ഐസ് എഞ്ചിൻ പോലെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലൊരു ഇതുണ്ടല്ലോ, പുതിയ വണ്ടിയാണ്, വല്ലാണ്ട് ഇത് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പയ്യെ അതൊന്ന് ഒരു ഫസ്റ്റ് സർവീസ് കഴിയട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ സിറ്റുവേഷനിൽ എത്ര ആക്സലറേഷൻ കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെയും കോർണറിംഗ് സ്റ്റെബിലിറ്റി എല്ലാം പക്കയായിരിക്കും. നല്ല അതൊക്കെ നല്ല കറക്റ്റാണ്. കാരണം എനിക്ക് പണ്ട് സ്കോഡ ഓടിച്ച ഫീലാണ്. സ്കോഡ ഓടിച്ചപ്പോൾ ഉള്ളൊരു മെയിൻ ഫീൽ എന്ന് പറയുന്നത് നമ്മളൊരു ടേണിങ് എടുക്കുമ്പോൾ നമ്മളൊരു റോഡിൽ നമ്മൾ കാണുമല്ലോ, നമ്മൾ വണ്ടി ഏതി കൂടെ പോകണം എന്നുള്ളത്, എത്ര സ്പീഡിലായാലും അതിൽ കൂടെ തന്നെ പോകും. ഇതൊരു സെഡാൻ ഓടിക്കുന്ന ആ ഒരു ഫീൽഡ് തന്നെ നമുക്ക് കിട്ടും. ഈവൻ ഒരു പരിധി ഒരു ഹാരിയറിന് അതുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ഹാരിയർ SUV ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ സെഡാൻ്റെ ഫീൽഡിലേക്ക് കിട്ടില്ലെങ്കിലും മറ്റുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന SUV-കളെക്കാളും എനിക്ക് നല്ല ഹാൻഡ്ലിങ് ഫീൽ ചെയ്തിരുന്നു ഹാരിയറിന്. അതുകൊണ്ട് തന്നെ ഹാരിയറിലേക്ക് ഞാൻ പോയത്. കാരണം ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ട്രെയിനിങ് എടുക്കുമ്പോൾ. പക്ഷെ ഇതിൽ ആ സെഡാനിൽ കിട്ടുന്ന അതേ ഒരു കോൺഫിഡൻസ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ അറിയേണ്ടത് ഇതിൻ്റെ എൻ്റെ വേറെ കൺസേൺ ആയിരുന്നു ഇതിൻ്റെ സീറ്റ്. ഓക്കെ, സീറ്റ് ഒരു ഫ്ലൈറ്റിൻ്റെ മീൻസ് അല്ലാതെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സീറ്റൊക്കെയാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പാണ്. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയുണ്ട്, കംഫർട്ട് എങ്ങനെയുണ്ട്? സീറ്റ് ഓക്കെയാണ്. അപ്പോൾ അതിഗംഭീരം എന്നൊന്നും പറയാനില്ല. നമുക്ക് ആ ഒരു ഹഗ്ഗിങ് ഫീലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 9-ലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹഗ്ഗിങ് ഫീൽ ഉണ്ട്, പിന്നെ അത് അത്രയില്ല. ബട്ട് ഓക്കെ, എന്താ പറയുക, അതിഗംഭീരം എന്നൊന്നും പറയാനില്ല, ബട്ട് ഓക്കെയാണ് സീറ്റിംഗ്. ഈ പറഞ്ഞ വെന്റിലേഷൻ ആയാലും സീറ്റ് വെന്റിലേഷൻ ആയാലും അല്ല സെൻട്രലുണ്ട്, ബട്ട് അതും അതിൻ്റെ ഒരു എന്താ പറയുക ഓക്കെയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിഗംഭീര ഒരു നല്ല എഫക്റ്റ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓക്കെയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നുള്ള എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് റിയർ സീറ്റ് കംഫർട്ട്. ഈ വണ്ടിയിൽ എല്ലാവരും ഉപയോഗിച്ചിട്ട് ഏറ്റവും കണ്ടുപിടിച്ച ഒരു നെഗറ്റീവ് അതാണ്. ബ്രോയ്ക്ക് അതിനെ എങ്ങനെ നെഗറ്റീവൽക്കരിക്കാൻ തോന്നുന്നു? എനിക്ക് അത് ഏറ്റവും വലിയ കൺസേൺ അതായിരുന്നു. അതായത് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ്, കാരണം എന്നെ സംബന്ധിച്ചുള്ളത് പ്രൈമറി കാറാണ്. ഞാൻ ഇത് ബുക്ക് ചെയ്ത പലരോടും ചോദിക്കുമ്പോൾ അവർക്കത് പ്രൈമറി കാറല്ല, അവർക്ക് വേറെ കാറുണ്ട്, ഒപ്പം ഈ കാറും ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാമിലിയും ഒക്കെ ട്രാവൽ ചെയ്യേണ്ടത് ഈ വണ്ടിയിലാവുമ്പോൾ അവരും പിന്നെ പൊതുവെ പിള്ളേരും വൈഫെല്ലാം പുറകിലായിരിക്കുക. അപ്പോൾ എനിക്ക് പുറകിൽ കംഫർട്ട് മോശം. ഹാരിയർ നല്ല കംഫർട്ടബിളാണ്, പുറകിൽ നല്ല സ്പേഷ്യസ് ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റിയർ സീറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ കാശും കൂടുതൽ കൊടുക്കണം, എന്നിട്ട് കംഫർട്ട് മോശമായി കഴിഞ്ഞാൽ നമുക്ക് രസമാണ് ഫ്രണ്ടിൽ ഓടിക്കുമ്പോൾ, ഫാമിലിക്ക് അത് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പ്രശ്നമായി. അത് കാരണം കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കൺസേൺ അതായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഷോറൂമിൽ കിടക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം പുറകിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇരുന്ന് നോക്കും, ഇത് പ്രശ്നമാണോ. കാരണം എനിക്ക് തൈ സപ്പോർട്ട് നല്ല പ്രശ്നം ഫീൽ ചെയ്തു, എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഞാനിരിക്കും, അതായത് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 175 ആണ്. എനിക്ക് തൈ സപ്പോർട്ട് ഒരു കൺസേൺ ഫീൽ ചെയ്തിട്ടുണ്ട്, ചെയ്തു. ദെൻ ഞാൻ ഫാമിലിയെ കൊണ്ടിരുത്തി എന്ന് പറയുമ്പോൾ വൈഫിനൊരു 165 ഒക്കെയാണ്, 165 to 167 ആ ഹൈറ്റാണ് വരുന്നത്. പിന്നെ കൊച്ചുകുട്ടികളാണ്. അന്ന് അവരിരുന്നപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും മേടിച്ചതിന് ശേഷം അവരിയ്ക്കുമ്പോൾ
ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലാണ് അവർ. അത് കേട്ടപ്പോൾ എനിക്ക് ഹാപ്പി. ഇനി എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണോ എന്നറിയില്ല, അത് കേട്ടപ്പോൾ എനിക്ക് ഹാപ്പി. കാരണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൺസേൺ കിടക്കുന്നത് അവർ കംഫർട്ടബിൾ ആയിരിക്കുമോ, അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കുമോ. കാരണം നമ്മളിത് പ്രൈമറി കാറായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്ഥിരം ഇതുകൊണ്ടല്ല എല്ലായിടത്തും പോകണ്ടേ. പക്ഷെ അങ്ങനെ ഒരു പരാതി ഒന്നും അവർക്ക് പറഞ്ഞില്ല. പക്ഷെ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 100% ബുദ്ധിമുട്ടുണ്ടാവും. ഹൈറ്റ് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ 165, 167 എന്ന് പറയുന്നത് ഹൈറ്റ് കുറവല്ല. 180+. ഒരു 175 ആ റേഞ്ചിലേക്ക് പ്ലസ് വരുന്നവർക്ക് റിയർ സീറ്റ് കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന് തൈ സപ്പോർട്ട്, ദെന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫ്രണ്ടിലെ സീറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര കുറവാണ്. ഫ്രണ്ടിൽ സീറ്റിൻ്റെ അടിയിലേക്കാണല്ലോ നമ്മൾ നമ്മുടെ ഫൂട്ട് കയറ്റി വയ്ക്കുന്നത് സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ. ആ ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. നമ്മുടെ ഫൂട്ട് തട്ടും. അപ്പോൾ നമുക്ക് അതൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അത് ഡ്രൈവർ സൈഡിൽ ശരിക്കും ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഡ്രൈവർ സൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പർ സൈഡിൽ നന്നായിട്ട് ഫീൽ ചെയ്യും. കോ പാസഞ്ചറിൻ്റെ ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് ഫീൽ ചെയ്യും. ഇത് രണ്ടുമായത് കൺസേൺ ഫീൽ ചെയ്യും എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ വൈഫും കുട്ടികളും ഇരിക്കുമ്പോൾ അവർ ഹാപ്പിയാണ്. അത് ഹാപ്പിയാണ്. ഇനി ഞാൻ പുറകിലിരിക്കുമ്പോൾ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും ഉറപ്പായിട്ട്. പിന്നെ കൂപ്പേ ആയതുകൊണ്ട് ഹെഡ് റൂം അതൊന്നും ഇതുവരെ ഇഷ്യൂ വന്നിട്ടില്ല. ഞാൻ വിറ്റാരയും പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു. അതിന്റെ ഇതേ അവസ്ഥ തൈ സപ്പോർട്ട് ഒന്നും വളരെ മോശം തന്നെ, വളരെ മോശമാണ്. ഈവൻ ഞാൻ അത്ഭുതപ്പെട്ട് പോയത് EC3 ഇല്ലേ, EC3 ഞാൻ ഒരെണ്ണം യൂസ്ഡ് ഒരെണ്ണം മേടിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പോയി നോക്കിയപ്പോഴും അതിന്റെ റിയർ സീറ്റിൽ ഭയങ്കര ഫ്ലോർ ഭയങ്കര ഹൈ ആണ്, തൈ സപ്പോർട്ട് ഒട്ടുമില്ല റിയർ സീറ്റിൽ. അതെന്താ എനിക്ക്, കാരണം അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ. വേറെ കാര്യമുണ്ട്, ഇതിന് തൈ സപ്പോർട്ടൊക്കെ കൊടുത്ത് നല്ലൊരു സീറ്റിംഗ് കൊടുത്തിരുന്നെങ്കിൽ XEV90 ബുക്കിംഗ് വളരെ 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 താഴ്ന്നേനെ. പക്ഷെ അങ്ങനെ പറ്റില്ല, ഓരോ ഡിസൈൻ അനുസരിച്ചല്ലേ അവർക്ക് ചെയ്തു. ഇവരൊന്നും ഇത് ചിന്തിക്കാണ്ടല്ലോ ചെയ്യണേ. അല്ല, അതും അവരുടെ കൺസേൺ ആയിരിക്കും. കാരണം XEV90 ആണ് എല്ലാവരും പ്രതീക്ഷിച്ച് ഇതിന് ബുക്കിംഗ് വരുമെന്നാണ്. പക്ഷേ 53-47% റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സീറ്റിംഗ് കൂടെ ഓക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും ഇതിലോട്ട് ഉള്ളായിരുന്നു. സീറ്റിംഗ് ആണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന സീറ്റിംഗും പിന്നെ പുറകിലത്തെ വിൻഡോ ചെറുതാണ്. അപ്പൊ അതും ആളുകൾക്കൊരു കൺസേൺ വരും. ഇത് ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് റിയർ വ്യൂ കാണുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഒരു ചെറിയൊരു നാരോ ലൈൻ പോലെ കാണും. പക്ഷെ ഇത് സൈഡിലത്തെ സൈസ്, ഗ്ലാസിന്റെ സൈസ് ചെറുതാണ്. അതും ഒരു കൺസേൺ ഉണ്ട് ആളുകൾക്ക്. എനിക്കിതൊന്നും വന്നിട്ടില്ല, പക്ഷെ പലരും പറയുന്ന കൺസേൺസ് അതാണ്. ആ കൂടി എനിക്ക് തോന്നിയ നെഗറ്റീവ്സ് ഇത് രണ്ടുമാണ്. അതായത് തൈ സപ്പോർട്ടിന്റെ പ്രശ്നം, പിന്നെ ഈ വിൻഡോ ഗ്ലാസ് ഡിസൈനിങ്ങിൽ പറയുകയാണ്. ഓക്കെ, ഇനിയും നെഗറ്റീവ്സ് അത് മാത്രമല്ല, കുറച്ച് നെഗറ്റീവ്സ് കൂടെ ഉണ്ട്. നമുക്ക് അകത്ത് കയറി വിശദമായിട്ട് അതൊക്കെ നോക്കി സംസാരിക്കാം. ഓക്കെ, ശരി. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുന്നു. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഈ ഒരു ബഡ്ജറ്റിൽ വേറൊരു ബ്രാൻഡും ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു വണ്ടിയാണ് BE6 അല്ലേ? എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ഫ്യൂച്ചറിസ്റ്റിക് ആണോ, കോംപ്ലിക്കേറ്റഡ് ആണോ? ഫ്യൂച്ചറിസ്റ്റിക്കും ആണ്, കോംപ്ലിക്കേറ്റഡും ആണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ആ കോംപ്ലിക്കേഷൻ ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഏജിൽ ഈ കോംപ്ലിക്കേഷൻ രസമാണ്. പക്ഷെ കുറച്ച് പ്രായമായവർക്ക് അത് എന്തിനാ അനാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പലരും ചോദ്യം വരും. പക്ഷെ നമുക്കതൊരു കോക്പിറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻ, നമുക്കതൊരു യൂണീക്നെസ്, ബേസിക്കലി സാധാരണ കണ്ടുവരുന്നേക്കാൾ കൺവെൻഷണൽ ഡിസൈനേക്കാളും ഒരു മാറ്റം അത്രേ ഉള്ളൂ. യൂസേജ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ രസമാണ്, നമുക്ക് ഒരു ഫീൽ ഗുഡ് ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ഇങ്ങനത്തെ നമുക്ക് ഇന്റീരിയർ നന്നാക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഫീൽ ഗുഡ് ഒരു ഇത് കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു 1 CR മുകളിലുള്ള വണ്ടിയിലോട്ട് പോയാലാണ് ഇതൊക്കെ. അതൊക്കെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കിട്ടുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആവും, അത്രേ ഉള്ളൂ. പിന്നെ വണ്ടിയിലോട്ട് കയറുമ്പോഴേ ഫീൽ ചെയ്യുന്നത് കോ പാസഞ്ചർ എന്ന നിലയിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റോ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റോ ഒന്നുമില്ല. ഇല്ലാത്ത അത് എന്തുകൊണ്ട് കൊടുക്കുന്നു? കാരണം ഇതിലും കുറഞ്ഞ ഒരു അറൌണ്ട് 20 lakhs അല്ലെങ്കിൽ ബിറ്റ്വീൻ 20-25 കോ പാസഞ്ചറിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇലക്ട്രിക്കലും ഇല്ല, ഈ പറയുന്ന പോലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുമായിരിക്കും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഹാരിയർ മേടിച്ച സമയത്ത് മിക്ക സാധനങ്ങളും ഉണ്ടായില്ല. അതിനകത്ത് വയർലെസ് ചാർജിങ് പോലും 26 ലക്ഷം രൂപയുടെ വണ്ടിയിൽ വയർലെസ് ചാർജിങ് പോലും ഉണ്ടായില്ല. പക്ഷെ അതൊക്കെ ഇവർ അപ്ഡേറ്റ്സ് കൊണ്ടുവരുമ്പോൾ ഓരോന്നും കൊണ്ട് ഇതിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ ആസ് ഓഫ് നൗ ഇതൊന്നും വരുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ്. വേറെ അട്രാക്ട് ചെയ്ത് എന്തൊക്കെയാണുള്ളത്? മെയിൻ അട്രാക്ഷൻ ഈ പറഞ്ഞ അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ്സിൽ കാണാൻ പറ്റില്ല, ബട്ട് അതിന്റെ ഈ ആംബിയൻ ലൈറ്റിംഗ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതായത് നമുക്കൊരു ഈ ഒരു കോക്പിറ്റ് പോലെ നമുക്ക് ചുറ്റും ഒരു ആംബിയൻ ലൈറ്റ്, ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട് ഡോർ പാഡിൽ, പിന്നെ സൺറൂഫിന്റെ ആ ലൈറ്റിംഗ്, അതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ ഒരു വൗ ഫാക്ടറാണ്. നമുക്കും അവർക്കും ഒരു ഒരു സന്തോഷം തരുന്ന കുറെ ഫാക്ടേഴ്സ് ആണ് സത്യം പറഞ്ഞത്. ഇതൊന്നും കാര്യമില്ലെങ്കിലും പക്ഷെ നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. ഈ ആംബിയൻ ലൈറ്റിന്റെ കൂടെ ഇത് എപ്പോഴും വർക്ക് ആയിരിക്കും അതോ? എപ്പോഴും വർക്കാവും. അതൊക്കെ ഇൻഡിവിജ്വലി ഓഫ് ചെയ്യാം, ഇൻഡിവിജ്വലി അതിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ആ കളർ വേറെ, ഈ കളർ വേറെ, എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ് ചെയ്യാൻ. വേറെ എന്താണ് അട്രാക്ട് ചെയ്തത്?
മെയിൻ ഇപ്പോൾ ഇവരെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് 16 സ്പീക്കേഴ്സ് മ്യൂസിക് സിസ്റ്റം ആണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താട്ടോ, ചിലപ്പോൾ അതിന് ട്യൂണിങ് കറക്റ്റ് ആക്കണം, ചിലപ്പോൾ അറിയില്ല. എനിക്ക് ഹാരിയറിലെ സൗണ്ട് സിസ്റ്റം ആണ്. 9 സ്പീക്കേഴ്സ് ഉള്ളൂ അതിനകത്ത്. ഹർമൻ്റെ തന്നെയാണ്. അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ രസം എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഹാരിയറിലാണ്. ഇതിൽ കുറച്ച് ട്രബിള് കൂടുതലുള്ള പോലെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിരുന്നാലും എനിക്ക് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ രസമായില്ല. ഈവൻ ക്രെറ്റ EV ഇല്ലേ, മറ്റേ നോർമൽ ക്രെറ്റയുടെ സെയിം തന്നെയാണ്, ബോസിന്റെ സ്പീക്കേഴ്സ് തന്നെയാണ്. അത് നല്ല രസമുണ്ട്, സൗണ്ട് ക്വാളിറ്റി. ചിലപ്പോൾ ഹൈ വോളിയത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും ക്ലിയർ ഒരു വോയിസ് അങ്ങനെ നൽകാൻ പറ്റില്ലായിരിക്കും. ഹാരിയറിനും പറ്റില്ല, ക്രെറ്റയ്ക്കും പറ്റില്ലായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന എന്താ പറയാ, ഒരു ലോ വോളിയത്തിൽ കേൾക്കുന്ന ആ രസം കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ഈ 2 കാറിലാണ് കുറച്ചുകൂടെ തോന്നിയത്. ഓക്കെ, അപ്പം ഇതിന്റെ ഈ മ്യൂസിക് സിസ്റ്റത്തെ പറ്റി ഇതാണ് പറയാൻ തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ്, ഓരോ കാഴ്ചപ്പാടായിരിക്കും ഓരോരുത്തർക്ക്. എനിക്ക് ഫീൽ ചെയ്തേക്കണേ എങ്ങനെയാണ്. പിന്നെ എനിക്ക് അട്രാക്ഷൻ ഉണ്ട്. ഈ സീറ്റ്സിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഫേബ്രിക്, ലെതറേറ്റിന്റെ ഒപ്പം തന്നെ ഫേബ്രിക്കും കൂടി സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചെയ്തേക്കണെയാണ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഇത് കുറച്ച് റഫ് മെറ്റീരിയൽ ആണ്. ദെൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് കറയോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ലെതറേറ്റ് ആണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റിയാലും നമുക്ക് തൂത്ത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെന്തിനാ അങ്ങനെ ഇപ്പൊ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അതിനകത്ത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അറിയില്ല അതെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല, ഇപ്പോൾ ഈ പവർ വിൻഡോസിന്റെ ഫംഗ്ഷനിങ് ഒക്കെ ആയാലും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ആ സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്വിച്ചസിന് സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല അഭിപ്രായമാണ് തോന്നിയത്. പിന്നെ സെൻട്രൽ ടണലിൽ ഇത്രയും ഒരു പിയാനോ ഫിനിഷ് വേണ്ടായിരുന്നു എന്ന് തോന്നി. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളത് മേടിക്കുമ്പോൾ കാണാൻ ഭംഗിയാണെങ്കിലും ഈ പിയാനോ ഫിനിഷ് എന്ന് പറയുന്നത് വെക്കുന്ന സ്ക്രാച്ച് ആവുന്നു, നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ സ്ക്രാച്ച് ആയി. അപ്പോൾ കുറച്ച് ഒരാഴ്ച ആയപ്പോഴേക്കും സ്ക്രാച്ച് ആയി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ഗോയിങ് ഫോർവേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ആറ്റോ 3 ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സെൻട്രൽ കൺസോൾ ഒരു മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ഫുള്ള് കൊടുത്തേക്കുന്നത്. അത് നല്ല ഒരു എലഗന്റ് ഫീലും ഉണ്ട്. എന്നാൽ നമുക്ക് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു ഗുണമാണ്, നല്ല കളർ കോമ്പിനേഷൻ ആണ്. അത് കുറച്ചുകൂടെ ഒന്ന് നോക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം തികഞ്ഞ് നമുക്കൊരു വണ്ടി കിട്ടൂല. എല്ലാത്തിലും ഓരോ കുറവുകളും നല്ലതും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇൻസുലേഷൻ പ്രോപ്പർ ആണെന്ന് പറഞ്ഞു, വളരെ അധികം നല്ല ഭംഗിയായിട്ട് ചെറുതായിട്ടൊന്ന് വിൻഡോ ഓപ്പൺ ആക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇതിന് വൺ ടച്ച് ഓപ്പൺ കൊടുത്തിട്ടില്ല, ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഈവൻ വിൻസറിൽ ഓൾ വിൻഡോസ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പോളോയ്ക്ക് ശേഷം എന്റെ ഓർമ്മയിൽ അതാണ് തോന്നുന്നു. കാരണം അതൊക്കെ എന്താ ഈ കോസ്റ്റ് കട്ടിങ്ങിൽ ഇത്ര നിനക്ക് എന്തൊക്കെ കോസ്റ്റ് വരും, ചെറിയ കോസ്റ്റ് കാര്യമല്ലേ ഉള്ളൂ. അതിനൊക്കെ എന്തിനാണ് ഈ കോസ്റ്റ് കട്ട് ചെയ്യണമെന്ന് അപ്ഡേറ്റഡ് വെർഷൻസ് വരുമ്പോൾ അപ്ഡേഷൻ കൊടുക്കണല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെയാണ്. പിന്നെ ക്യാമറാസ്, അതിന്റെ ഡ്രൗസി മീൻസ് അതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് അതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ അഡാസിന്റെ ഫംഗ്ഷനിങ് ഒക്കെ ആണെങ്കിലും വളരെ കറക്റ്റ് ആണ്. ലൈൻ കീപ്പ് അസിസ്റ്റ്, കറക്റ്റ് വാർണിംഗ്സ് എല്ലാം നമുക്ക് കറക്റ്റ് ആണ്. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഉറങ്ങി നോക്കിയോ, ഫോൺ എടുക്കുമ്പോഴൊക്കെ നമ്മള് ഫോണൊക്കെ വരുമ്പോ എടുക്കൂലോ, അതൊക്കെ അപ്പൊ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് കാണിക്കും, ഇങ്ങനെ കാണിക്കും. കണ്ണടച്ച് അത്രയും വരുന്നില്ല. പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും തല വേറെ സ്ഥലത്തൊക്കെ നോക്കിയ ഡിസ്ട്രാക്ഷൻ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് വെക്കുന്നതിനകത്തൊക്കെ ക്യുക്കായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് കണ്ണടച്ച പോലെ പ്രാവശ്യം നോക്കിയിരുന്നു, അന്നേരം അത് ഡിറ്റക്ട് ചെയ്തില്ല. പക്ഷെ തലയൊക്കെ വേറെ സ്ഥലത്തായിട്ട് നമ്മള് വേറെ ആംഗിളിലേക്ക് നോക്കി നിൽക്കുമ്പോഴൊക്കെ അത് ഡിറ്റക്ട് ചെയ്യുന്നു. പിന്നെ വയർലെസ് ചാർജിങ് പാഡ് 2 ഉണ്ട്. ബട്ട് അതിന്റെ സ്പീഡ് ഇത്ര സ്പീഡാണോ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, വളരെ കുറവാണ് സ്പീഡ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് യൂസ് ചെയ്യാറില്ല. വയേർഡ് തന്നെയാണ് ബെറ്റർ. ഹൈഡ് ചെയ്തേക്കാണ്, അതൊക്കെ നല്ല പ്ലേസ് ചെയ്തേക്കണൊക്കെ നല്ല ഫ്രണ്ടിൽ ഇവിടെ പ്ലേസ് ചെയ്ത് ഹൈഡ് ചെയ്ത പ്ലേസ് ചെയ്തേക്കണേ. ബാക്കിൽ ഈ 2 സീറ്റ്സിലാണ് പ്ലേസ് ചെയ്തത്. അതൊക്കെ കൺവീനിയന്റ് ആണ് സത്യം പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല ഡിസൈനിങ് പാർട്ടിൽ വളരെ നന്നായിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് ആണ്, ബെസൽലെസ് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. യൂസ് ഉണ്ടോ, അതുകൊണ്ട് ബാക്കിലെ വിസിബിലിറ്റി വളരെ കുറവാണ്, ഒരു നാരോ വിസിബിലിറ്റി കിട്ടുള്ളൂ. എന്നാലും അതിപ്പോൾ ആ ഡിസൈൻ അങ്ങനെ കിട്ടുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ബട്ട് ഓക്കെ, എല്ലാം ഓക്കെ ആണ്. പിന്നെ സ്റ്റിയറിംഗിന്റെ കാര്യം ചോദിക്കുകയാണ്. പുതിയ ടൈപ്പ് ഡിസൈൻ ആണ് സ്റ്റിയറിംഗിന് വന്നിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടോ അതോ നോർമൽ റൗണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം ഉള്ള സ്റ്റിയറിംഗ് ആയിരുന്നു ബെറ്റർ എന്ന് തോന്നിയത്? സ്റ്റിയറിംഗിന്റെ സൈസ് ഓക്കെയാണ്, സൈസ് കുറച്ച് ചെറുതാണ്, പക്ഷെ അത് ഓക്കെയാണ്. പക്ഷെ ഈ ഡി ഷേപ്പ് ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ ഒരു നിർത്തിയിട്ട് തിരിക്കുമ്പോഴൊക്കെ ആ റൗണ്ട് അല്ലെങ്കിൽ അടിയിൽ ഹാഫ് കട്ട് ഉള്ളതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിനേക്കാളും കുറച്ചുകൂടെ ചിലപ്പോൾ ഇതൊക്കെ യൂസ്ഡ് ആവണേന്റെ ഞാനൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇതിപ്പോ
സിറ്റുവേഷനിൽ, കാരണം ഞാൻ മറ്റേ ടൈപ്പ് സ്റ്റിയറിംഗ് യൂസ് ചെയ്തിട്ട് വെറുതെ ഓടിക്കുമ്പോൾ ഓക്കെയാണ്, കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ നിർത്തി തിരിക്കുമ്പോഴൊക്കെ ആ റൗണ്ട് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഓടിക്കാനായിട്ട് ഓടിക്കുമ്പോൾ പക്കയാണ്, നമ്മൾ നോർമൽ ഡേയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഇത്. പക്ഷെ അതൊക്കെ ഇതൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ യൂസ്ഡ് ആവും. നമ്മൾ ഇത് പല കാര്യങ്ങളും നമ്മളത് യൂസ്ഡ് ആവാത്തതിൻ്റെയാണ്. അതായി കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും. അത് ഓരോ വണ്ടിക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതനുസരിച്ച് മാറും. ഓക്കെ. പിന്നെ വേഗം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹാരിയറിന്റെ യൂസറാണ്, ഹാരിയറിന്റെ EV വരുന്നു, ഓൾ വീൽ ഡ്രൈവ് സൈഡ്, അതിലോട്ട് ഒരു മനസ്സ് തോന്നിയിരുന്നോ? പെട്ടെന്നൊരു വൺ വേർഡ് പറയുകയാണെങ്കിൽ അതിന് ഒരു ഉത്തരം എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഹാരിയറിന്റെ ടോപ്പ് എൻഡിന് 31 അറിവില് 31 ബിറ്റ്വീൻ 31 to 32 ആണെന്നാണ് എന്റെ അറിവ്. അത് നോർമൽ ഡീസലിന് അത്ര വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 75 കിലോവാട്ടിന്റെ എന്താ വരുന്നതെന്ന് തോന്നുന്നു. മിനിമം ഒരു 35 to 36 പോകും. അപ്പൊ ഫസ്റ്റ് തിങ് കോസ്റ്റ് കൂടുതലാണ്. പിന്നത്തെ കേസ് എന്ന് പറയുന്നത് 75 കിലോവാട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന BYD ബാറ്ററിയാണ്. അപ്പോൾ എന്തൊക്കെ ഈവൻ ദോ സെൽസ് മാത്രമാണ് BYD ഉള്ളൂ, BMS ഒക്കെ ഇവരുടെ ആണെങ്കിൽ പോലും നമുക്ക് ആ ട്രസ്റ്റ് ഫാക്ടർ കുറച്ചുകൂടെ കൂടുതലാണ് എത്ര പറഞ്ഞാലും മറ്റേത് ബാറ്ററിയേക്കാളും BYD. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഓൾറെഡി നമ്മൾ കണ്ടുവരുന്ന യൂസ് ചെയ്ത ഡിസൈൻ എന്നൊരു മാറ്റം, എനിക്കൊരു ഉത്തരം നമ്മൾ കോസ്റ്റ് വീണ്ടും കൊടുക്കുമ്പോൾ എന്തൊരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക്. പിന്നെ അത് വേറെ പ്രശ്നമുണ്ട്, നമ്മൾ ഓൾറെഡി ഐസ് വേർഷൻ ഉള്ള വണ്ടി ഇലക്ട്രിക്കിലേക്ക് വരികയാണ്. ഓൾറെഡി എല്ലാവരും ഫെമിലിയർ ആ ഡിസൈൻ, എല്ലാവരും കണ്ടേക്കണേ. ആ കൂടി ഗ്രില്ലിലുള്ള ചെറിയ വ്യത്യാസമുള്ളൂ, അതിനൊരു യൂണിക്നെസ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ എല്ലാവരും ഇൻഡിവിജ്വലി മനസ്സിലുള്ള കാര്യമാണ് നമ്മുടെ വണ്ടി ഒരു യൂണിക്നെസ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതിലെനിക്കത് കിട്ടില്ല. അതൊക്കെ ഫാക്ടേഴ്സ്. പിന്നെ ഇതിന്റെ ബൂസ്റ്റ് മോഡ് ഒക്കെ ഉണ്ട്. നമ്മൾ ബൂസ്റ്റ് മോഡ് പ്രസ് ചെയ്താൽ 10 seconds നമുക്ക് ടോപ്പ് പവർ നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്തോ? അത് കൊള്ളാമോ? ജസ്റ്റ് വൺ ടൈം ഞാൻ യൂസ് ചെയ്ത് നോക്കി. അത് ഈ പറഞ്ഞ പോലെ സ്പോർട്സ് മോഡിന്റെ ആ സെയിം ആക്സലറേഷൻ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലായത്. 10 secondsലേക്ക് നമുക്കിപ്പോൾ ഓവർടേക്കിങ്ങിനും മറ്റു കാര്യത്തിനൊക്കെ കിട്ടും. ആ ഫീച്ചർ നല്ലതാണ്. കാരണം ഇപ്പോൾ ഞാൻ ഹാരിയറിലായാലും ചില സമയത്ത് സ്പോർട്സ് മോഡ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്വിച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഈ ക്വിക്ക് ആക്സലറേഷൻ വേണ്ടത്. ആ സമയത്ത് ഇത് തപ്പി പോകണം, അല്ലെങ്കിൽ അത് എടുക്കാൻ നമ്മളൊരു ശ്രദ്ധ അങ്ങോട്ടും. ഇതൊക്കെ ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണെങ്കിൽ ശ്രദ്ധ. ഇത് നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെ ഇരിക്കുകയാണ്. 10 seconds കൊണ്ട് അത് നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 1 pedal മോഡുണ്ട്, അതും നല്ലൊരു. ഞാൻ കാര്യമായിട്ട് അത് യൂസ് ചെയ്യാറില്ല. ഞാൻ യൂഷ്വലി റീജനറേഷൻ 2 എപ്പോഴും ഓടിക്കുക. എനിക്കത് കൺവീനിയൻ ടിയാഗോയിലായാലും ഇതിലായാലും കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ഇത് L2 ഇട്ട് ഓടിക്കുകയാണ് ഇപ്പം ചെയ്യാറ്. ഞാൻ അതിലിട്ടാണ് സ്ഥിരമായിട്ട് ഓടിക്കുന്നത്. പിന്നെ ഇക്കോ മോഡ് ബോറിംഗ് ആണോ? എക്കോ മോഡ് ഞാൻ ഓടിച്ചിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ മോഡ് അവർ ഇപ്പോൾ നേരത്തെ ഉണ്ടായില്ല, ടെസ്റ്റ് ഡ്രൈവിന്റെ സമയത്ത് ഉണ്ടായില്ല. പിന്നെ വണ്ടി ഓൺ റോഡ് വന്നു തുടങ്ങിയ സമയത്ത് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫോൾട്ടിലാകുമ്പോൾ നമുക്ക് ഡീസൽ മൈലേജും ഉണ്ട്, റേഞ്ചും ഉണ്ട്. ഈ പറയുന്ന പോലെ പവറിന് ഒരു കുറവും നമുക്ക് ഫീൽ ചെയ്യും. ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. എല്ലാം ചോദിക്കണമെങ്കിൽ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചാലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കിടക്കുകയാണ്. എങ്കിലും ഓൾറെഡി ഈ വീഡിയോയും ലെങ്ത് ആവാൻ തോന്നുന്നു. സെക്കൻഡ് പാർട്ടും നമുക്ക് നെഗറ്റീവ്സിലേക്ക് പോകാം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ നെഗറ്റീവ്സ് ഇതിൽ പറയാനുണ്ട്? നെഗറ്റീവ്സ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ മെയിൻ തിങ് എനിക്ക് ഗ്ലെയർ ആണ്. അത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അവിടെ ആ ഇതിനകത്ത് ഇത് മുഴുവൻ കാണാൻ നമുക്ക് റിഫ്ലക്ഷൻ വല്ലാണ്ട് വരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും പ്ലെയിൻ സർഫസ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് വല്ലാണ്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയ തന്നെ ഈ ഏരിയ ഉണ്ട് നമ്മുടെ ഈ ഒരു ഇതിന്റെ ആ ബോക്സ് നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് റിഫ്ലക്ഷനിൽ കാണുന്നത്. ഇതൊക്കെ ഇതുപോലെ പ്ലെയിൻ ഒന്നും അറിയില്ല. ശരിക്കും മറ്റുള്ള വണ്ടികളിൽ അറിയാത്തതാണ്. അത് പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ നമ്മളത് അറിയില്ല. ഇങ്ങനെ ഈ എന്തെങ്കിലും ഒരു കട്ട് ആൻഡ് ക്രീസസ് വരുമ്പോഴാണ് നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുള്ള സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ, പ്ലെയിൻ ഏരിയ കാണുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ അത് അങ്ങനെയാണ്. പിന്നെ അവിടേക്ക് ഡസ്റ്റ് പിടിക്കാനൊക്കെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇടണം. അങ്ങനെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഡസ്റ്റായി, കാരണം ഡസ്റ്റ് വെക്കുന്നത് പിടിക്കും, അവരിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബാക്കി ഉള്ളിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. എനിക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഏറ്റവും കൺസേൺ തോന്നുന്നത് പുറമേ ഉള്ള പാനൽ ഗ്യാപ്സുകളൊക്കെയാണ്. അലൈൻമെന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ വോക്സ്വാഗണൊക്കെ ശ്രദ്ധിച്ചറിയാം, ആ പാനൽ ഗ്യാപ്പ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഇതിൽ ഒരു വണ്ടിയിൽ ഇച്ചിരി ഇങ്ങോട്ട് ഞാൻ വേറെ 2-3 വണ്ടി പോയി നോക്കി, അതിൽ അവിടെ പ്രശ്നമില്ല, ഇപ്പുറ സ്ഥലത്തെ പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാത്തിനും കാണുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടിന്റെ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ തോന്നി? അത് മോശമായിരുന്നു. പക്ഷെ അവര് പറയുന്നത് 2 സൈഡിലും ലാച്ച് ഉള്ളതുകൊണ്ട് 2 സൈഡിലും സെപ്പറേറ്റ് പ്രസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അടയാത്തതെന്നാണ് പറയുന്നത്. ഈ വണ്ടിയിൽ ഞാൻ ഇതുവരെ ട്രൈ നോക്കിയില്ല, ഫ്രങ്ക് ഇതൊരു ഓപ്പൺ ആക്കി നോക്കിയില്ല പറഞ്ഞ. പിന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു കുറച്ച് സ്പേസ് ഉള്ളത് ഗുണമാണ്. കാരണം ഇതിന്റെ ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്. ഇപ്പൊ 9E ആണെങ്കിൽ നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, ഇതിന് ബൂട്ട് സ്പേസ് ലിമിറ്റഡ് ആണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബാക്ക് പാക്ക് 2-3 ബാക്ക് പാക്ക്
കീപ്പ് ചെയ്യാൻ പറ്റും. 2-3 ബാക്ക് പാക്ക് എന്തായാലും മതി. 35 kg പറ്റുമല്ലോ. അറൗണ്ട് 20 kg എന്തോ ഉള്ളൂ. ബട്ട് ബാക്ക് പാക്ക് ആണെങ്കിൽ നമുക്ക് 2-3 എണ്ണത്തിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് കൺവീനിയന്റ് ആണ്. കാരണം ബാക്കിലെ സ്പേസ് കോംപ്രമൈസ്ഡ് ആയതുകൊണ്ടാണ്. കാരണം ഇപ്പൊ ഈവൻ ആ ബാക്കിലെ ബൂട്ടിന്റെ ഫ്ലോറിന്റെ അടിയിൽ സ്പേസ് ഇല്ല, ടയർ ഇരിക്കുക. അവിടെ നമുക്ക് വേറെ ഒന്നും വെക്കാനില്ല. ഹാരിയറിലാണെങ്കിൽ അടിയിൽ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പല സാധനം വെക്കാൻ. ഇവിടെ അവിടെ സ്പേസ് ഇല്ല. ടയർ തന്നിട്ടുണ്ടല്ലോ, ടയർ തന്നിട്ടില്ല. അത് നല്ല കാര്യമാണ് ടയർ തരുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഹാരിയറിലായാലും ടിയാഗോയിലായാലും ടയർ സ്റ്റെപ്പിന് യൂസ് ചെയ്യേണ്ട സാഹചര്യം ഇത്ര കിലോമീറ്റർ വന്നിട്ടില്ല. പഞ്ചർ കിറ്റ് ഉണ്ടെങ്കിലും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത്രയും പ്രൈസ് കുറയ്ക്കായിരുന്നു അല്ലേ? വെയിറ്റ് കുറയ്ക്കാം, വെയിറ്റ് കുറയ്ക്കുമ്പോഴാണല്ലോ ഈ ഒരു ഇവിക്ക് കുറച്ചുകൂടെ ഇത് കിട്ടുന്നത്, റേഞ്ച് കിട്ടുന്നത്. വെച്ചത് നല്ല കാര്യം കേട്ടോ, നമുക്ക് അതുകൊണ്ട് ഇതൊന്നുമില്ല. പിന്നെ ഗ്ലൗ ബോക്സിന് സ്പേസ് വളരെ ലിമിറ്റഡ് ആണ്, വളരെ കുറവാണ് ഗ്ലൗ ബോക്സ് സ്പേസ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം, ചെറിയ ഒരു സ്പേസ് ഉള്ളൂ. അതൊക്കെ ഈ പറഞ്ഞ ഡിസൈനിന്റെ ഭാഗമാണ്. നമുക്കതൊന്നും അതിനകത്തൊന്നും അങ്ങനെ കുറ്റമായിട്ട് പറയാനില്ല. ഇതെല്ലാം ഒരു ഡിസൈനിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഒരു ഡിസൈൻ തരുമ്പോൾ അതിന് നമുക്ക് കൺവീനിയൻസും കൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസൈനിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അതാണ് പാനൽ ഗ്യാപ്സ്. ഇതൊരു നെഗറ്റീവ്. പിന്നെ വേറെ നെഗറ്റീവ്സ് എന്താണ്? ഇതിന്റെ ബഗ് ഇഷ്യൂസ്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇപ്പോൾ എനിക്കതങ്ങനെ ഒന്ന് ആപ്പിൾ കാർപ്ലേ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലൈസൻസ് അവർക്ക് കിട്ടിയിട്ടില്ല ആപ്പിളിൽ നിന്നുള്ള. അതുകൊണ്ടാണ് വിത്തിൻ എ മന്ത് അല്ലെങ്കിൽ 2 months വരും. അത് കറക്റ്റാണ്. ഈവൻ വിവേഡിയിലേക്ക് അത് ഇപ്പോഴും ഇപ്പം ലേറ്റസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു, കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആയിട്ട് അവരൊന്ന് കുറച്ചുകൂടെ പ്ലാൻഡ് ആയിരിക്കണ്ടേ എന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ ഒരു കാറ് കിട്ടിക്കഴിയുമ്പോൾ ആപ്പിൾ കാർപ്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ 2 മാസം നമ്മളതിന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതൊരു വെറുതെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുന്നത് എന്തിനാന്നുള്ളത്. അത് കുറച്ചുകൂടെ പ്രീ പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ അവർക്ക് ലോഞ്ച് ഡേറ്റിന് മുമ്പായിട്ട് അതിൻ്റെ ലൈസൻസ് ഒക്കെ ഗ്രാബ് ചെയ്ത് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു കൺസേൺ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെന്റിൽ ഇപ്പം അതുപോലെ ബഗ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ മ്യൂട്ട് ചെയ്തിട്ടിട്ട് ഒരു 10-15 seconds ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അൺമ്യൂട്ടായി പോകുന്നുണ്ട്. എന്തിന് സെറ്റിംഗ് അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല, ചെക്ക് ചെയ്യണം. ബട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് പല സമയത്തും. ഞാൻ മ്യൂട്ട് ചെയ്യും, ഒരു 20-25 seconds കഴിയുമ്പോൾ തന്നെ അൺമ്യൂട്ട് ആവുന്നു. അതെന്താണെന്ന് അറിയില്ല. ഇനി വോയിസ് കമാൻഡ് എന്തെങ്കിലും ആക്ടിവേറ്റ് ആവുന്നതാണോ, അതൊന്ന് എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം. അത് ഞാൻ അവരായിട്ടും ചോദിക്കാന്ന് കരുതി. 1000-നാണോ സർവീസ് പറഞ്ഞത്? 1000-ലാണ്. അതെ. ചെക്കപ്സിന് പോകുമ്പോൾ പറയാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ? അതിനകത്ത് ഒരു കാര്യം ഇതാണ്. പിന്നെ അടുത്ത കാര്യം, അതായത് വണ്ടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ബാക്കിലെ റൈറ്റ് സൈഡിലെ റിയർ ഡോറിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നി. അത് അവർ പറഞ്ഞ ഹിഞ്ചസിൻ്റെ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് സർവീസിൽ അവർ കറക്റ്റ് ചെയ്ത് തരാമെന്നുള്ളതിലാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ എന്താ ക്വാളിറ്റി ചെക്കിൽ, അത് ഈ വണ്ടിക്ക് മാത്രമല്ല വേറെ വണ്ടിക്ക് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ ഈ ക്വാളിറ്റി ചെക്കിലുള്ളവരുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നിയേക്കണേ. ഇപ്പോൾ ടാറ്റ ആയാലും മഹേന്ദ്ര ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. കുറച്ചുകൂടെ അല്ല, നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അതൊരു കാര്യം എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ പ്രോപ്പർ സെൻസസ് ഒക്കെ വർക്കിംഗ് ആണല്ലോ. ബൂട്ട് ഓപ്പണിംഗ് ഈ പറയുന്ന പോലെ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഈ സെൻസർ ബേസ്ഡ് ഇതുവരെ യൂസ് ചെയ്തില്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ഹൈ എൻഡ് കാറിന്റെ അത്രയും പെർഫെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ബട്ട് ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രാവശ്യം ഗ്രൂവ് മോഡ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മളിപ്പോൾ ഈ ആംബിയൻ ലൈറ്റ്സ് എല്ലാം മ്യൂസിക്കിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഓൺ ആക്കിയിട്ട് ഞാൻ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്ത് ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കലി ഓപ്പൺ ആയി വരുവാണല്ലോ. അത് ക്ലോസ് ആയി ഉള്ളിലേക്ക്. അപ്പോൾ വണ്ടി ലോക്കല്ല, വണ്ടി ഓപ്പൺ ആണ്. കാരണം റിയർ ഡോർ മാനുവലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അൺലോക്ക്ഡ് ആണ്. പക്ഷെ ഇത് പുറത്തേക്ക് വരാത്ത പക്ഷെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കീ അകത്തുമാണ്. ദെൻ റിയറിൽ നിന്ന് കയറിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പോയി വണ്ടി പുറത്തുനിന്ന് ലോക്കുമായി പോയി. ലോക്കല്ല, വണ്ടി അൺലോക്ക്ഡ് ആണ്. പക്ഷെ ഹാൻഡിൽ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വണ്ടി അൺലോക്ക്ഡ് ആണെങ്കിലും പുറകിൽ നിന്ന് കയറാം. അങ്ങനെയല്ലോ അതിന്റെ വേണ്ടേ. അപ്പൊ അതെന്തുകൊണ്ടാന്നുള്ളത് ചില എന്തൊരു സോഫ്റ്റ്വെയർ ബഗ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ബഗ്സ് എല്ലാം നമുക്ക് ക്ഷമിക്കാം. ഇത് ഒന്ന് ഇമ്പ്രൂവ് ആയി വരും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ വേറൊരു നല്ലൊരു തിങ് എനിക്ക് തോന്നിയത്, ഇവര് വണ്ടി എടുത്തപ്പോൾ തന്നെ മഹേന്ദ്രയുടെ കമ്പനി സ്റ്റാഫ്, നമ്മുടെ ഡീലറിന്റെ ഹയർ ലെവൽ ഒഫീഷ്യൽസ് എല്ലാം കൂടി ഉള്ള ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഹേന്ദ്രയുടെ സ്റ്റാഫ് എല്ലാവരും ഉള്ളത്. അവർക്ക് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്, അതായത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ കമ്പനിയുടെ സ്റ്റാഫ്, ഡീലറിന്റെ സ്റ്റാഫ്, ഹയർ ലെവൽ ഒഫീഷ്യൽസ് എല്ലാം ഉള്ളത്. അത് നല്ലൊരു കാര്യം. എനിക്ക് എന്തെങ്കിലും ഒരു ക്വയറി ഉണ്ടായിരുന്നു, ഞാനത് ഇട്ടു, അപ്പോൾ തന്നെ റെസ്പോൺസ് കിട്ടി. അല്ലെങ്കിൽ സർവീസിന്റെ ഇഷ്യൂ, കാരണം ഇവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. അവരിങ്ങനെ ഒരു ഇലക്ട്രിക് കൊണ്ടുമ്പോൾ ഇനീഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവർ ബാഡ് എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പം
ഇപ്പൊ അത്രയും നന്നായിട്ട് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് അത്രയും കെയർ കൊടുക്കുന്നത്. നാളെ അത് ചെയ്താൽ നല്ല കാര്യം, ഇപ്പൊ മാത്രം പോരാ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ആക്ച്വലി. അതാണ്. അല്ലെങ്കിൽ ഓണേഴ്സ് മാത്രം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഇഷ്യൂസ് മാത്രം അതാണ് ഇതൊക്കെ നല്ല ഇനിഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആദ്യം പറഞ്ഞു അത് നല്ല ഗുഡ് തിങ് ആണ്. ഈവൻ ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പോൾ തന്നെ അപ്പൊ തന്നെ എനിക്ക് റെസ്പോൺസ് ഈവൻ നൈറ്റിൽ ഞാൻ ചോദിച്ചേ അപ്പൊ തന്നെ ഒരു ബാറ്ററി പെർസെന്റേജ് മാക്സിമം 80% ചാർജിങ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അപ്പൊ തന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടി. ആ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സ്റ്റാഫ് ഉണ്ട്, അതാണ് വൺ ഗുഡ് തിങ്. മാനുഫാക്ചറിന്റെ സ്റ്റാഫ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പം കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ആയിട്ട് നമ്മൾ B6-ന്റെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡ്രൈവ് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രൈവ് കൂടെ ചെയ്ത് പറയുകയാണെങ്കിൽ വീണ്ടും ടൈം കൂടിപ്പോവും. അതിന് മുന്നേ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ചോദിക്കുകയാണ്. ഇതിൻ്റെ റിയർ സീറ്റിലെ കംഫോർട്ടിൽ ബ്രോയുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. സോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് റിയർ സീറ്റിൽ പറഞ്ഞ് നമുക്കത് ഡയറക്റ്റ് ഒന്ന് ചോദിക്കാം. ഹായ് ബ്രോ, ബ്രോയുടെ പേര്? എൻ്റെ പേര് എമിൽ. അപ്പം ബ്രോ ഇപ്പം കുറേ നേരമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഞാനൊന്ന് ചോദിച്ചിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണമെന്ന് ബാക്കിലിരുന്നല്ലോ. അപ്പം ബ്രോയോട് ചോദിച്ചപ്പം കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. എന്ത് ഫീൽ ചെയ്തു ബ്രോ? ഇതിൻ്റെ റിയർ സീറ്റ് എല്ലാവരും പറയുന്ന പോലെ തന്നെയുള്ള പ്രശ്നം തൈ സപ്പോർട്ട്. എനിക്കിത് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്തപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഇതിൽ ബാക്കിൽ എനിക്ക് കുറേ നേരം ആയിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തൈ സപ്പോർട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ ഇതിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ വേറൊരു ഫീൽ ആയിരിക്കാം. ഞങ്ങൾ നിർത്തിയിട്ടോണ്ടാണോ ഉണ്ടായതെന്ന് അറിയില്ല. മേ ബി ചിലപ്പോൾ നിർത്തിയിട്ടുകൊണ്ടാണോ എന്നറിയില്ല. ബാക്കി എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സൈഡിലെ ഗ്ലാസും വിൻഡോയുടെ ഒരു ഇതൊക്കെ എങ്ങനെ തോന്നി? വിൻഡോയുടെ സ്പേസ് ഇത്തിരി കുറവാണെങ്കിലും അത് നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ അവിടെ ഇരുന്ന ഒരു വ്യൂ എങ്ങനെയുണ്ട്? ഈ ഫ്രണ്ടിലെ ഇതും നമ്മുടെ പനോരമിക് മൂൺ റൂഫ്, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. ഇത് പനോരമിക് സൺ റൂഫ് ആണെങ്കിലും നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. ഫ്രണ്ടിലേക്ക് നോക്കിയാലും മീറ്റർ കൺസോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഒരു നല്ലൊരു വ്യൂ ആയിരുന്നു. ആകെ ഈ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമാണ് എനിക്ക് പറയാൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. താങ്ക് യു ബ്രോ. ഓക്കെ, താങ്ക് യു. വേറൊരു പുതിയ കാര്യമാണ് ഇതിന്റെ ഡോർ ഹാൻഡിൽ അല്ലേ? ഒരു സ്ട്രിപ്പ് പുൾ ഔട്ട് സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാനാണ് സ്ട്രിപ്പ് യൂസ് ചെയ്യുക. ക്ലോസ് ചെയ്യാൻ ഇവിടെ നമ്മൾ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാവോ? അതിപ്പോ ഇതൊക്കെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാതെ ഈ പറഞ്ഞ പോലെ കൺവീനിയൻസ് ഉദ്ദേശിച്ചിട്ടല്ല. ഈ പറഞ്ഞ പോലെ കുറച്ചൊരു പ്രീമിയംനെസ് തോന്നിക്കുക എന്നുള്ളതാണ്, കോംപ്ലിക്കേഷൻസ് തോന്നിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, ഏതായാലും കൊള്ള സംഭവം. പക്ഷെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഓപ്പൺ ആക്കുക മാത്രം ചെയ്യുക. ക്ലോസ് ചെയ്യാൻ നേരത്തെ ഇതേ പിടിച്ച് വലിച്ച് ക്ലോസ് ചെയ്യാതിരിക്കുക. അത് ഫ്യൂച്ചറിൽ ഇഷ്യൂസ് വരാൻ സാധ്യതയാണ്. കാരണം നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കുന്നത് ഇതിനകത്ത് ചെയ്യരുത്. അത് ഇവിടെ അതിന് വേണ്ടി സ്ലോട്ട് കൊടുക്കുന്നത് ഹൈഡ് ചെയ്തിട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് ഈ സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ നൈറ്റിലാണെങ്കിൽ ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, ഈ പറഞ്ഞ ആംബിയൻ ലൈറ്റ്സ് ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ സസ്പെൻഷന്റെ കാര്യം ഈ വണ്ടിയുടെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സസ്പെൻഷൻ. ആക്റ്റീവ് മീൻസ് 5 ലിങ്ക് സസ്പെൻഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ടോപ്പ് മോഡലിന് സ്പെഷ്യലി ട്യൂൺഡ് സസ്പെൻഷനാണ്. അതെങ്ങനെ ബാഡ് റോഡ്സിൽ എവിടെയെങ്കിലും പോയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമായ സ്ഥലത്തോ അങ്ങനെയൊക്കെ പോയിട്ട് എങ്ങനെ ഫീൽ ചെയ്തു? സ്പീഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും ആ സസ്പെൻഷൻ്റെ ക്വാളിറ്റി എങ്ങനെ ഫീൽ ചെയ്തു? സസ്പെൻഷൻ എനിക്ക് ഓവറോൾ ഹാപ്പിയാണ്. അതായത് ഇപ്പോൾ ഹാരിയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാരിയറിന് കുറച്ച് സ്റ്റിഫർ സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബമ്പി റോഡ്സ്, അതായത് ഈ പറഞ്ഞ പോലെ മെഷീൻ ലെവൽ ടാറിങ് അല്ലാതെ റോഡുകളിലൊക്കെ പോകുമ്പോൾ കുറച്ച് നമുക്ക് വല്ലാണ്ട് കുലുക്കമുള്ള ഫീൽ ചെയ്യും. ഇതിലത്ര നമുക്ക് ഫീൽ ചെയ്ത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് കുറച്ചുകൂടെ അഡാപ്റ്റബിൾ ആണ്. ബട്ട് ഒരു ഇതെനിക്ക് തോന്നിയെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ അണ്ടുലേഷൻ ഉള്ള റോഡുകളുണ്ടല്ലോ, ഇപ്പോൾ നോർമൽ ടാറിങ് മെഷീൻ ലെവൽ അല്ലാതെ, അവിടെ കുറച്ച് കൂടുതൽ സോഫ്റ്റർ ആയോ എന്ന് എനിക്ക് സംശയം തോന്നി. അതായത് ഹാരിയറിൽ ഹാർഡ് ആയതുകൊണ്ട് വല്ലാണ്ട് ഇമ്പാക്റ്റ് ഉള്ളിലേക്ക് കിട്ടുന്നു, അതാണ് ഹാരിയറിൽ ഫേസ് ചെയ്തത്. പക്ഷെ ഇതിൽ വരുമ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ കുലുക്ക് ഇങ്ങനെ അതിങ്ങനെ വല്ലാണ്ട് ആക്ഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതല്ലാത്ത പക്ഷം വളരെ നല്ല സസ്പെൻഷനാണ്. ആസ് കമ്പയർഡ് ടു ഏത് കാറിനേക്കാളും നല്ല സസ്പെൻഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ഈ ഒരു സെഗ്മെന്റിൽ ആർക്കും പരിചയമില്ലാത്തൊരു കാര്യമാണ് ബ്രേക്ക് ബൈ വയർ ടെക്നോളജി. നമുക്ക് ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇലക്ട്രിക്കലി ആണ് ബ്രേക്കിങ്ങിന്റെ ഒരു സിസ്റ്റം വന്നിരിക്കുന്നത്. സോ അതിന് എന്തെങ്കിലും ബ്രേക്കിങ്ങിന് ഡിലേയോ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രേക്കിങ്ങിന്റെ ഒരു എഫിഷ്യൻസി ഒക്കെ എങ്ങനെ ഫീൽ ചെയ്തു? എനിക്ക് ഇപ്പം അങ്ങനെ ടെക്നോളജിയിലേക്ക് മാറിയോണ്ട് നല്ലതായും മോശമായും ഒന്നും തോന്നിയില്ല. അതായത് പ്രോപ്പർ ബ്രേക്കിംഗ് സാധാരണ ഞാൻ ഇപ്പൊ സത്യം ഇപ്പൊ പറഞ്ഞില്ല ബ്രേക്ക് ബൈ വയർ എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ എന്റെ മനസ്സിൽ അത് ഉണ്ടായില്ല. കാരണം
ഇതെനിക്കൊരു പ്രത്യേകം തോന്നി, കാരണം ഇപ്പോൾ ബ്രേക്കിന്റെ എഫിഷ്യൻസി കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം, സെയിം സാധാരണ പോലെ ഒരു 4 ഡിസ്ക് ബ്രേക്ക് ഉള്ള ഒരു കാർ ഓടിക്കുന്ന സെയിം ഫീൽ തന്നെ. നല്ല ബ്രേക്കിംഗ്, നല്ല ബ്രേക്കിംഗൊന്നും ഒരു കുഴപ്പമില്ല. അല്ല, ഈവൻ ഹാരിയറിലെ ബ്രേക്കിംഗ് എനിക്കൊരു കൺസേൺ ആയിരുന്നു. കാരണം ഞാൻ മേടിക്കുമ്പോൾ ഫ്രണ്ട് മാത്രമേ ഡിസ്ക് ഉണ്ടായുള്ളൂ, ബാക്കിൽ ഡിസ്ക് ഉണ്ടായില്ല, പിന്നീട് ഡിസ്ക് വന്നത്. അപ്പോൾ അതിന്റെ ഒരു പവർ ഔട്ട്പുട്ട് വെച്ചിട്ട് ഫ്രണ്ട് ആ വെയിറ്റും അത്ര സൈസും വെയിറ്റും വെച്ചിട്ട് ഫ്രണ്ട് മാത്രം ഡിസ്ക് ബ്രേക്ക് കൊണ്ട് അതിന് അത് പ്രോപ്പർ അല്ല, അത്രയും പോരായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇത് ബ്രേക്കിംഗ് എല്ലാം പ്രോപ്പറാണ്, എല്ലാം ഓക്കെ. 360 ക്യാമറയുടെ ക്ലാരിറ്റി എല്ലാം നല്ലതാണ്. 360 അതിന്റെ ക്വാളിറ്റിയും അതിന്റെ വിഷ്വലൈസേഷൻ എല്ലാം നല്ല ഇതായിട്ടുണ്ട്. പ്രോപ്പർലി ഇൻ ദ സെൻസ് ലെയിൻ ചേഞ്ച് ഒക്കെ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എമർജൻസി ബ്രേക്കിങ്ങും ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ വൺ ടൈം ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ പുറകിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു എമർജൻസി ബ്രേക്ക് ചെയ്തു. അത് ഹെൽപ്ഫുൾ ആയി. അന്നേരം ഹെൽപ്ഫുൾ ആയി എന്ന് വെച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ അത് ഒക്കെ വന്നപ്പോൾ കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. നമ്മളെക്കാട്ടിൽ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഡിസ്ട്രാക്ഷൻ ഇൻ ദ സെൻസ്, ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ സാധാരണ അത് ഇല്ലാണ്ട് ഓടിക്കുന്നതിനേക്കാൾ എപ്പോഴും ഡിസ്ട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ യൂസ്ഡ് ആയി. ഫസ്റ്റ് എടുക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ കാഴ്ചയിൽ വെറുതെ ഒരു സാധനം ഇങ്ങനെ നടുക്കും നിൽക്കണ പോലെ ഫീൽ ആയിരുന്നു. ബട്ട് അത് യൂസ്ഡ് ആയി. അത് തുടക്കത്തിലൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും അതിന്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് സത്യം പറഞ്ഞായിട്ട് ശ്രദ്ധയൊന്നും പോകില്ല, നമ്മളായിട്ട് ശ്രദ്ധിക്കൂല. സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓണായി കിടക്കും, നമ്മളായിട്ട് ശ്രദ്ധിക്കൂല. നൈറ്റിലായാലും എനിക്ക് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. തുടക്കത്തിൽ എനിക്കൊരു ചെറിയൊരു ഇത് തോന്നിയായിരുന്നു, പക്ഷെ പിന്നീട് കുഴപ്പമൊന്നുമില്ല. AC കൂളിംഗ് ഒക്കെ പക്ക തന്നെ, കൂളിംഗ് പക്കയാണ്. ബട്ട് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. അതായത് അതെല്ലാ ഇലക്ട്രിക് കാറിനും അങ്ങനെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒന്ന് കൂളായി വെപ്പ്. ഇതിപ്പോ വലിയ കുഴപ്പമില്ലാത്ത അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കൂളായി വരാൻ ഇത്തിരി ടൈം ഡിലേ എല്ലാ ഇലക്ട്രിക് കാറിനും ഉണ്ട്. അതേപോലെ ഇതിനും ഒരു പരിധി വരെ ഉണ്ട്. ഇതിന്റെ വിൻഡോസും കാര്യങ്ങളെല്ലാം ഡബിൾ ലെയർ ആണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഗുണമുണ്ട്. പക്ഷെ AC-യുടെ പവർ നോക്കി കഴിഞ്ഞാൽ ആ ടൈം ഡിലേ കുറച്ചുണ്ട്, എല്ലാ ഇലക്ട്രിക് കാറിനുള്ള പോലെ ഉണ്ട്. UV കട്ടൊക്കെയുള്ള ഗ്ലാസസ് ആണ്, അതൊക്കെ കൊള്ളാം. അതൊക്കെ നല്ല കാര്യം. ആ ഇൻസുലേഷൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. നോയിസ് ഇൻസുലേഷൻ കാര്യങ്ങൾക്ക് ഈ UV ഈ പറഞ്ഞ ഡബിൾ ചാർജ് ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു. മിസ് ഔട്ട് ആയിട്ടുണ്ട്, എനിക്കും അറിയാം കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓർമ്മയിലൊന്നും കിട്ടുന്നില്ല എങ്കിലും നമ്മൾ വീണ്ടും ഇതിന്റെ യൂസർ എക്സ്പീരിയൻസസ് ചെയ്യുന്നുണ്ട് B6-ൽ. അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ അറിയേണ്ടതെന്ന് കമന്റ് ചെയ്യുക. മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലും മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം 2 പാർട്ട് ആക്കിയിട്ടുണ്ട്, 2ലും മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. B6-നായിട്ടുള്ള കാര്യങ്ങളും ഇലക്ട്രിക് കാർസ് യൂസേഴ്സിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹിതം പോൾ ബ്രോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിന്. ഏകദേശം 2-3 വീക്സ് അല്ല വീക്സ് ആയിട്ടുണ്ട് യൂസ് ചെയ്യാൻ. 2 വീക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് മീൻസ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല എങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക, എന്നാലേ നിങ്ങൾക്കത് നിങ്ങളുടെ ഫീൽഡിൽ വന്ന് കിടക്കുകയുള്ളൂ. സോ അത് മറക്കരുത്. സോ ഇത് ഒരു യൂസറുടെ എക്സ്പീരിയൻസ് ആണ്. XUV9 ഒരു യൂസറുടെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തുള്ളൂ. ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയ കിഡിലൻ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.